നമസ്കാരം, ഞാൻ ഡോക്ടർ എബിൻ എബ്രഹാമിറ്റി, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, എറണാകുളം. സോറിയാസിസ് എന്ന രോഗത്തെക്കുറിച്ച് ഒത്തിരി മിഥ്യാധാരണകൾ ജനങ്ങൾക്കിടയിൽ വളരെയധികം കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സോറിയാസിസ് പകരുന്ന രോഗമാണ്, സോറിയാസിസ് വന്നാൽ ഇനി രക്ഷയില്ല, വ്യക്തമായൊരു ചികിത്സയില്ല എന്നൊക്കെയാണ് പല ആൾക്കാരുടെയും ധാരണ. സോറിയാസിസ് എന്നത് ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. അത് സ്കിന്നിലും ജോയിൻസിലും ഒക്കെ ബാധിക്കുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ നീർക്കെട്ട് വരുമോ, നമ്മുടെ സന്ധികളിൽ നീർക്കെട്ട് വരുമോ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. ഒബിസിറ്റി അല്ലെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുന്ന അവസ്ഥ, ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്ന ചില രോഗങ്ങളും ഈ സോറിയാസിസുമായിട്ട് ബന്ധമുണ്ട്. ഫാറ്റി ലിവർ ഡിസീസ് ഒരു ഉദാഹരണമാണ് ഇതിന്. സോറിയാസിസിന് വളരെ വ്യക്തമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് സോറിയാസിസ് ബാധിച്ചെങ്കിൽ അതിന് ലേപനങ്ങളും ക്രീമുകളും ലോഷൻസും മറ്റും ഉപയോഗിക്കുകയും ചിലപ്പോൾ അത് താരൻ്റെ രൂപേണ സ്കാൽപ്പ് സോറിയാസിസ് എന്നൊരു കണ്ടീഷൻ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഷാംപൂവോ മെഡിക്കേറ്റഡ് ഷാംപൂസോ മറ്റുമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു മോർ ദാൻ 10-15% അല്ലെങ്കിൽ 20% കൂടുതൽ രോഗമുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻസോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ കൊടുക്കാവുന്നതാണ്. ബയോളജിക്കൽ വിഭാഗത്തിൽപ്പെടുന്ന ചില ഇഞ്ചക്ഷൻസ് സോറിയാസിസിനായിട്ട് വളരെയധികം എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ഒരു പർട്ടിക്കുലർ പീരീഡിലേക്ക് അത് ഫോളോ ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. സോറിയാറ്റിക് ആർത്രൈറ്റിസ് ഉള്ളവർ ഡെഫിനറ്റ്ലി അതിനുള്ള ടാബ്ലറ്റ്സോ ഇഞ്ചക്ഷൻസോ എടുക്കേണ്ടതായിട്ടുണ്ട്. കൊളസ്ട്രോളും മറ്റുള്ള മെറ്റബോളിക് പാരാമീറ്റേഴ്സ് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റ് നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റ് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ലോക സോറിയാസിസ് ദിനം നമ്മൾ ആചരിക്കുന്നത് ഈ സോറിയാസിസ് എന്നൊരു കൺസെപ്റ്റ്, എന്നൊരു അസുഖത്തെക്കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കാനും സോറിയാസിസ് രോഗികളെ ചേർത്ത് പിടിക്കാനും അവർക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സ കൊടുക്കാനും വേണ്ടിയാണ്. താങ്ക് യു.